നമ്മുടെ ചിലപ്പോൾ നമ്മുടെ ഷർട്ടിൻ്റെ ഒക്കെ ബോട്ടം ഭാഗം തയ്ച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കണ്ടോ, റെഡിമെയ്ഡ് ഷർട്ടിലൊക്കെ ചിലപ്പോൾ ഇതുപോലെ പുളഞ്ഞു നിൽക്കുന്ന ക്രോസിലൊക്കെ വന്നിട്ട് നിൽക്കുന്ന ഫിനിഷിംഗ് ഇല്ലാത്ത രീതിയിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല, നമുക്ക് കറക്റ്റ് നിൽക്കണം. അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം ഒന്നുകിൽ നമുക്ക് ലെങ്ത് കട്ട് ചെയ്യാനുള്ള, നീളം കുറക്കാനുള്ള ഷർട്ടാണെങ്കിൽ ലെങ്ത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ആദ്യം ഒന്ന് മടക്കി കൊടുക്കണം. ഈ ഒരു മടക്കി കൊടുക്കുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ വേണം മടക്കി കൊടുക്കാൻ. അതുപോലെ തന്നെ ആ ഒരു ഫോൾഡിങ് വരുന്നതിൻ്റെ അരികിൽ കൂടി വേണം കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. വീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടില്ല. അതിൻ്റെ പരമാവധി അരികിൽ കൂടി മാത്രം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾക്ക് കട്ട് ചെയ്യാനില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്റ്റിച്ച് അഴിച്ചതിന് ശേഷം ഒന്ന് അയൺ ചെയ്ത് വെച്ച് നിങ്ങൾക്ക് ഇതുപോലെ വീണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, അപ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റിച്ച് നമ്മുടെ സൈഡിൽ കൂടി കണ്ടോ, അരികിൽ കൂടിയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. എന്നാൽ മാത്രമേ നിങ്ങൾക്കിത് ഫിനിഷിങ്ങിൽ തയ്ച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മളിത് ഒരു തവണ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു സ്റ്റിച്ച് കൂടി നമുക്ക് കൊടുക്കണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആ ഒരു മടക്കിനെ വീണ്ടും ഒന്നുകൂടി മടക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ചില്ലേ, ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി കറക്റ്റ് വെച്ചിട്ട് എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ കിട്ടുന്ന രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. കേട്ടോ, ആ ഒരു സൈഡിൽ സ്റ്റിച്ച് ചെയ്ത ആദ്യത്തെ സ്റ്റിച്ചില്ലേ, അതിൻ്റെ മുകളിൽ തന്നെ കറക്റ്റ് സ്റ്റിച്ചിങ് വരണം. കേട്ടോ, ഇതുപോലെ റൗണ്ട് എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ കറക്റ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ബോട്ടം ഭാഗത്ത് ക്രോസ് ഒന്നും വരാതെ നല്ല ഫിനിഷിങ്ങോടുകൂടി നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. കേട്ടോ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഫേസ്ബുക്കിൽ കൂടിയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.